ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോയാണ് കാണിക്കുന്നത്. അതിലെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഉച്ചത്തെ ബാലൻസ് ചോറിനെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് രാത്രിയിൽ എങ്ങനെ കഴിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ഒരു വ്ളോഗ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ചക്ക കറി വെച്ചതും നമ്മുടെ വെള്ളക്കറി അങ്ങനെയൊക്കെ ഉള്ളൊരു വ്ളോഗായിരുന്നു ഇന്നലെ ഇട്ടത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആ വിഭവങ്ങളാണ് അന്ന് എടുത്തത് തന്നെയാണ്. അന്ന് രാത്രിയിലാണ്. ഇവിടെ വേറെ കാപ്പിയൊന്നും തയ്യാറാക്കാത്തത് കൊണ്ട് ഞാൻ ചോറും അച്ചാറും, അതായത് ചോറിൽ വെള്ളം ഒഴിച്ച് കഞ്ഞിയും അച്ചാറും മുട്ട ഓംപ്ലേറ്റ് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ്. അപ്പോൾ എൻ്റെ മച്ച പറഞ്ഞു, നമുക്കങ്ങനെ എന്തായാലും കഴിക്കണ്ട, നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഭയങ്കര ടേസ്റ്റാണ്, ഇതിൽ കുറച്ച് തൈരൊക്കെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആളിത് തയ്യാറാക്കുന്ന രീതിയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും വായിൽ വെള്ളം ഊറുന്ന ഒരു രീതിയായി. അപ്പോൾ നല്ല ടേസ്റ്റ്, അച്ചാറൊക്കെ കൂടെ ചേർത്ത് നമുക്കതങ്ങനെ ഒന്ന് തയ്യാറാക്കാമെന്ന്. അപ്പോൾ എന്തായാലും അത് തയ്യാറാക്കാൻ തുടങ്ങാം. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നല്ല ഒരു ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരവും കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാത്രം ആദ്യം എടുത്തു വെച്ചു. അപ്പോൾ ആദ്യം നമ്മൾ വലിയവർക്ക് 2 പേർക്ക് കഴിക്കാനുള്ള രീതിയിൽ അതാണ് തയ്യാറാക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചു. അപ്പോൾ ഉച്ചത്തിൻ്റെ കുറച്ചധികം ബാലൻസ് ചോറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരാൾക്ക് എന്നുള്ളൊരു രീതിയിലിട്ട് പിന്നെ അത് 2 പേർക്കുള്ളതാക്കി. അങ്ങനെ ഞാൻ ഒരു 3-4 കരണ്ടി ഇതുപോലെ ചോറ് അതിലോട്ട് വെച്ചു. അപ്പോൾ ഉച്ചത്തേൻ്റെ ബാക്കി താണ്ടേ കുക്കറിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ചക്ക. പക്ഷേ അത് എല്ലാം കൂടെ എടുത്തപ്പോൾ തന്നെ അത് കുറച്ചുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനിത് ഇതുപോലെയൊക്കെ ഇങ്ങനെ എടുത്ത് ഉച്ചത്തെ ബാക്കിയാകുമ്പോൾ ചെറിയ രീതിയിലൊക്കെ ചെറിയ മണവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു രുചി വ്യത്യാസമൊക്കെ കൂടെ ചേർത്തതായിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ആ കഞ്ഞി. എല്ലാവരും നോക്കുക, അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഒരു ഭാഗത്ത് ഇത് വെച്ചു, ചക്ക വെച്ചു. പിന്നെ ദാണ്ടേ ഉച്ചത്തെ ബാലൻസ് തന്നെയാണ് വെള്ളക്കറി, അതുണ്ടായിരുന്നു. അതും ഇതുപോലെ ഒരു ഭാഗത്ത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ദാണ്ടേ ഞാനൊരു മാങ്ങ അച്ചാറാണ് ഇത്. മാങ്ങ വേവിച്ചെടുത്ത ഒരു അച്ചാറാണ്, നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ട്, അതെന്തായാലും ഞാൻ ഇട്ട് തരാം, വീഡിയോ ഇടുന്നതായിരിക്കും. മാങ്ങ കറി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ ചാറൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല എരിവുമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഭയങ്കര എരിവാവാത്ത രീതിയിൽ പിന്നെ നല്ല കട്ടി തൈര്, അപ്പോൾ അതാണ്ട് കട്ടി തൈരും കൂടെ കുറച്ചങ്ങോട്ട് ഒരു ഭാഗത്തോട്ട് ഒഴിക്കുക. അപ്പോൾ ഈ വിഭവങ്ങളെല്ലാം ഉച്ചത്തതാണ്. അപ്പോൾ തൈര് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരമായി ഒന്ന് എടുത്ത് പുറത്ത് വെച്ച് തണുപ്പൊന്ന് മാറാൻ. ഇനി തണുപ്പ് എന്തായാലും അധികം വേണ്ട. പിന്നെ വെള്ള മാങ്ങ അച്ചാർ, അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അങ്ങനെ ഇത്രയുമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ കറികളൊക്കെ കൂടെ ചേർത്ത് വെള്ളം ഒഴിക്കാതെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ പക്ഷേ ഞാൻ ഇന്ന് രാത്രി കഞ്ഞി ആക്കാം. പക്ഷേ കഞ്ഞി ആക്കിയപ്പോഴാണെങ്കിലോ പറയണ്ട, അത്രയ്ക്കുള്ളൊരു ടേസ്റ്റാണ്. ചൂടുവെള്ളം തണുപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് ഒഴിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒന്ന് ദാണ്ടേ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചൂടുവെള്ളം തണുത്തത്, അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം കുടിക്കാൻ പാകത്തിന് ചൂടുവെള്ളം തിളപ്പിച്ച് വെക്കും, അത് നല്ല തണുത്തിരിക്കുകയാണ്. ആ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചത്. ഞാൻ ഉപ്പിടുന്നതിൽ കാണിച്ചില്ല, പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇത് മിക്സ് ചെയ്യണതും കഴിക്കാനൊക്കെ തയ്യാറായവരൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ കണ്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. അങ്ങനെ ഇതിങ്ങനെ ഞാൻ 1 മണിക്കൂർ മൂടി വെച്ച് ഇതൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ പിള്ളേർക്ക് എരിവ് കുറച്ചൊന്ന് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു ചെറിയ ബൗളെടുത്ത്, അപ്പോൾ ഫെമിനയൊക്കെ ചെറിയ കുട്ടിയല്ലേ, അവർക്കൊക്കെ ഇത്രയും എരിവ് പറ്റുമോയെന്ന് നോക്കി അങ്ങനെ അതൊന്ന് എരിവ് കുറച്ച് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടി അതും ഇതുപോലെ എല്ലാ ഐറ്റവും വെച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ചക്കയൊക്കെ കുറച്ചേ ഉള്ളൂ, എന്നാലും അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂടെയൊക്കെ എടുത്ത് കുറച്ച് ചക്കയും വെച്ചു. പിന്നെ കുറച്ചുകൂടെ തൈരെടുത്ത്, അങ്ങനെ തൈര് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. എല്ലാം കൂടെ മിക്സ് ആക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചിലപ്പോൾ കറക്റ്റ് അളവിന് കിട്ടും. അപ്പോൾ വെള്ളക്കറി മാങ്ങാച്ചാറൊക്കെ കൂടെ ഉള്ളതല്ലേ, പക്ഷേ എനിക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർക്കേണ്ടി വന്നു. അപ്പോൾ തൈരിൽ ഉപ്പും കൂടെ ചേർത്തില്ലല്ലോ. പിന്നെ അങ്ങനെ 2 ഐറ്റം മാങ്ങയും വെച്ച്, പിന്നെ അതിൻ്റെ അരപ്പൊന്നും അധികം വെച്ചില്ല, മോക്കൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇത് മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇത്രയും മതി, നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. പക്ഷേ നല്ല ഒരു ടേസ്റ്റായിരുന്നു. വെള്ളക്കറിയൊക്കെ ഉച്ചയ്ക്ക് വെച്ചതായതുകൊണ്ട് ചെറിയ ഒരു ചളിക്കലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു തൈരിൻ്റെ കൂടെ അതും കൂടെ ആയപ്പോൾ
പറയണ്ട. നല്ല ഒരു ഇതായി. പക്ഷേ ചക്ക നല്ല ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്ത് വിരവി കൈയൊക്കെ ഉപയോഗിച്ചത് നല്ല വൃത്തി ഒന്ന് വിരവണം. വിരവിയാണ് കഴിക്കാനുള്ളത്. നല്ല ടേസ്റ്റ്. നമ്മൾ ചില സമയങ്ങളിലൊക്കെ പഴങ്കഞ്ഞിയൊക്കെ മുമ്പ് ഒക്കെ നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ നല്ല ഇപ്പോൾ മിക്കവാറും ആൾക്കാരൊന്നും പഴങ്കഞ്ഞിയൊന്നും കുടിക്കുന്ന കാണാനില്ല. എന്നാലും കഴിക്കുന്നവരും ഉണ്ട്. ഞാൻ മുമ്പ് നല്ല ടേസ്റ്റിയായിട്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകൊണ്ട് അതൊന്നും കഴിക്കൂല. അധികം വണ്ണമൊന്നും വേണ്ട എന്നുള്ള ഒരു രീതിയിൽ. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് ഇങ്ങനെ കഞ്ഞിയൊക്കെ കഴിക്കുന്നത് വലിയ പാടൊക്കെയാണ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു ഉത്സാഹമായി. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി സമയമായി. കുറച്ച് സമയം ആയതിന് ശേഷം നമ്മളങ്ങനെ ടേബിളിലോട്ട് എല്ലാം കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ കഞ്ഞി അപ്പോൾ ഇതിപ്പം കുറേ ഉണ്ട്. എല്ലാം കലക്കി വെള്ളമൊക്കെ എടുത്തപ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാനുള്ള സംഭവം അതിലുണ്ട്. അപ്പോൾ അങ്ങനെ ടേബിളിലോട്ട് കൊണ്ടുവച്ചു. അങ്ങനെ പ്ലേറ്റൊക്കെ തുറന്നു. അപ്പോൾ ചെറിയ സ്റ്റീൽ പ്ലേറ്റിൽ നമുക്ക് എന്തായാലും കഞ്ഞി കുടിക്കാൻ പറ്റൂ. ഇതിലെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു വെള്ളമാണ്. തൈരും നമ്മുടെ വെള്ളക്കറിയും ചൂടുവെള്ളവും എല്ലാം കൂടെ ചേർത്ത ആ ഒരു വെള്ളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ആ ഒരു വെള്ളം. അപ്പോൾ ഇതുപോലെല്ലാം മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ എല്ലാവർക്കും, എന്തായാലും ഇത് മൊത്തം ഒരാൾക്കൊന്നും കുടിക്കാൻ പറ്റില്ല, 2 പേർക്കും പറ്റില്ല. ഇതിപ്പോൾ ചോറും എല്ലാ ഐറ്റവും കൂടെ മിക്സാക്കിയപ്പോൾ തന്നെ തോനെയുണ്ട്. അല്ലെങ്കിലും രാത്രിയിൽ പിന്നെ കുറച്ചൊക്കെ ആഹാരം കഴിക്കുകയുള്ളൂ. അപ്പോൾ ദഹിക്കാനൊക്കെ ഉള്ള പ്രശ്നം കാരണം കുറച്ചൊക്കെ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമത് ഇങ്ങനെയുള്ളതും കൂടെ ഇല്ലേ. പിന്നെ തൈരൊക്കെ കൂടെ ചേർത്തത് കൊണ്ട് ദാണ്ടേ നല്ല ടേസ്റ്റാണ്. അരപ്പ് വെള്ളം എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒഴിച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് ഫെമിനയുടെ ആ എരിവ് കുറഞ്ഞത് സംഭവം അവക്കും ഒഴിച്ചു കൊടുക്കുകയാണ്. അവളും അത് അത്രയും കഴിച്ചായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ തൈരും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു തൈരിൻ്റെ ടേസ്റ്റും കൂടെ വന്നപ്പോഴാണ് കൂടുതലും ഇഷ്ടമായത്. അങ്ങനെ കഴിക്കാൻ എല്ലാവരും ഓരോരുത്തരിതും തുടങ്ങുകയാണ്. ഇപ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ള ഒരിത്. പിന്നെ ഇത് ഈ പാത്രത്തോടെ എടുത്തങ്ങ് കുടിക്കാനാണ് എനിക്ക് തോന്നുന്നു ഇത്തിരി കൂടെ ഒരു ടേസ്റ്റ്. ആ വെള്ളം ആദ്യം ഒന്ന് കുടിച്ചു നോക്കണം. ഞാൻ പിന്നെ ഇവിടെ അടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഒന്ന് വാരി കൊടുക്കാനും അതൊക്കെ കണക്കാക്കിയപ്പോൾ അതിലെ ആ മാങ്ങ പീസിൽ നിന്ന് മാങ്ങയൊക്കെ എടുത്ത് അതൊക്കെ കൂടെ ഇളക്കിയിട്ട് പറയാൻ പറ്റുന്നില്ല. അത്ര ഒരു ടേസ്റ്റാണ്. നമ്മളെല്ലാവരും കഴിച്ചു നോക്കി. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തയ്യാറാക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് തൈരൊക്കെ ചേർത്ത് ഇതുപോലെ രാത്രിയിലൊക്കെ ചെയ്ത് കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ചക്ക ആയിരുന്നാലും തന്നെ നല്ല ഒരിതാണ്. അപ്പോൾ കയ്യിൽ കിട്ടുന്നില്ല. സംഭവം വെള്ളമാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള ഒരു ടേസ്റ്റ്. ആ ചോറും മാങ്ങ അച്ചാറൊക്കെ കൂടെ ചേർത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വെള്ളം ഒഴിക്കാതെ ചോറായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ കഞ്ഞി തയ്യാറാക്കി നോക്കുക.